ഉണ്ടോ ഇതുണ്ട് PNP ട്രാൻസിസ്റ്റർ. അത് രണ്ട് ട്രാൻസിസ്റ്ററുകൾ ചേർന്നാൽ ഒരു ട്രാൻസിസ്റ്ററുമായി കാണുള്ളൂ. അതിൻ്റെ ഉള്ളിൽ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്. PNP ട്രാൻസിസ്റ്റർ, ഡാർലിംഗ്ടൺ പെയർ, അങ്ങനത്തെ രണ്ട് ട്രാൻസിസ്റ്റർ അടങ്ങിയത്. 3 കാലം ഇനി ഉണ്ടാവുള്ളൂ. 3 കാലം. ഒന്ന് വേണ്ട PNP. അത് അപ്പോൾ ഈ സെൻറ്ററിൽ എപ്പോഴും ബി എന്ന് പറഞ്ഞ സെൻറ്ററായിരിക്കും. ബേസ് സെൻറ്ററായിരിക്കും. വേണ്ട PNPയുടെ ഏരോ ഉള്ളിലേക്ക് വരെ കണ്ട, ചുവപ്പിൻ്റെ ഒരേരോ വേണ്ട, ഇങ്ങനെ ഇവിടെ വേണ്ട ഒരേരോ ഇത് വേണ്ട. ഇത് ഒരു ട്രാൻസിസ്റ്റർ ഇങ്ങനെ വന്ന് മറ്റൊരു ട്രാൻസിസ്റ്ററായി കണക്ട് ചെയ്ത് ഇങ്ങനെ വന്ന് വരുന്നതാണ്. വേണ്ട ഇതിൻ്റെ കളക്ടറും ഇതിൻ്റെ കളക്ടറും ഷോർട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത്, ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇതിൻ്റെ റീലിലേക്ക് വയ്ക്കുമ്പോൾ അടിഭാഗത്ത് വരെ. അപ്പോൾ ഇത് വേണ്ട, ഇതൊരു ട്രാൻസിസ്റ്ററിൻ്റെ, ഇതും ഡാർലിംഗ്ടൺ പെയർ ട്രാൻസിസ്റ്ററാണ്. വേണ്ട ഇത് വേണ്ട NPN. സെൻട്രൽ ഭാഗം എപ്പോഴും ബേസ് വരിക. വേണ്ട NP. കണ്ട NP എന്ന് പറയുമ്പം സെൻട്രലല്ല P വരുന്നത്, അപ്പോൾ ബേസിൽ P വരുന്നത്. വേണ്ട ഇതിൻ്റെ ഈ ഭാഗം കളക്ടർ കൂടി ചേർന്നിട്ട് ഒരു ഭാഗം എമിറ്റർ ഇങ്ങനെ വന്ന് ബേസിലേക്ക് വന്ന് വീണ്ടും എമിറ്റർ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വരുന്നത്. എമിറ്റർ രണ്ട് കളക്ടറും കൂടി ഒരു പോയിൻ്റ്, രണ്ട് എമിറ്ററും കൂടിയിട്ട് ഇതൊക്കെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസിസ്റ്ററുകളാണ്. പവർ കൂട്ടി കൊടുക്കാൻ ഇത് ഈ ഒരു ട്രാൻസിസ്റ്റർ മതി. പക്ഷേ ഇതും കൂടി ഉണ്ടെങ്കിൽ പവർ കൂടും. അത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ വരുന്നത്. എന്താ റേഡിയോ, ഓഡിയോ ബ്രോഡ്കാസ്റ്റർ, ഇൻ്റർനെറ്റ്, ഗ്ലോബൽ നെറ്റ്വർക്ക്, ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ, മെസ്സേജ്, റിട്ടേൺ നോട്ട്, സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ സൈൻ, സാറ്റലൈറ്റ് സ്പേസ് ട്രാൻസ്മിറ്റർ, ബ്രോഡ്ബാൻഡ്, ഫാസ്റ്റ് ഇൻ്റർനെറ്റ്, റൂട്ടർ, നെറ്റ്വർക്ക് ഡിവൈസ്, മോഡം, സിഗ്നൽ കൺവെർട്ടർ, ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, പ്രോഗ്രാം. ഒരുപാട് മനസ്സിലാക്കി. കമ്മ്യൂണിക്കേഷൻ, ടച്ച് ടെക്നോളജിനെ കുറിച്ച്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് അറിയാലോ. ഷോർട്ട് കട്ട് കീയൊക്കെ എന്നുള്ള ഇങ്ങനെ കാണിച്ചുതരാം. ഇതും ട്രാൻസിസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്ത് ഭാഗത്ത് കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് സാധാരണ ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ ഉള്ളിൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ മുമ്പ് കാണിച്ചിരുന്ന ആ ട്രാൻസിസ്റ്റർ 3 രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഉള്ളിൽ അടങ്ങി ഇത്ര വലിപ്പം കൂടി എത്തി. ഇത് PNP ആണ്. കണ്ട PNP എന്ന് പറഞ്ഞാൽ കണ്ട ഇവിടെ P അല്ല, ഇവിടെ അല്ല, ബേസിൽ സെൻറ്റർ വരിക. ഇത് P ആവാം. PN ഇത് P. കണ്ട എന്ന് പറഞ്ഞ ബേസ്. ഇത് കണ്ട എന്ന് പറഞ്ഞത് ബേസ് ആവണം, സെൻറ്റർ ആവണം. ബേസ് എന്ന് പറഞ്ഞാൽ ബീനെ ഇത് സെൻറ്റർ ആവണം. PNP. അപ്പോൾ ഇവിടെ P എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ P എന്ന് പറയാം. PNP. അപ്പോൾ അങ്ങനെ കണ്ട ഈ PNP ട്രാൻസിസ്റ്റർ എമിറ്ററിൽ നിന്ന് സപ്ലൈ വരിക. എമിറ്ററിൽ നിന്ന് വന്ന് ഇതിൽ ബേസ് എന്ന് പറഞ്ഞാൽ ബേസിലേക്കൊരു നെഗറ്റീവ് പൾസ് വരുമ്പോൾ എൻ്റെ നെഗറ്റീവ് പൾസ് വരുമ്പോൾ അതൊരു സപ്ലൈ ഇട്ട് കൊടുക്കും, റെസിസ്റ്റൻസ് ഇട്ട് കൊടുക്കും. കറണ്ട് പോകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ലേ, അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും. ഇങ്ങനെ വന്ന് എമിറ്ററിൽ നിന്ന് വന്ന് ഇങ്ങനെ സപ്ലൈ വന്ന് ഈ കളക്ടറിൽ കൂടെ വന്ന് സ്വിച്ചിൻ്റെ ആക്ഷൻ ഇങ്ങനെ നടക്കേണ്ടത്. PNP. ചിലർ ഇത് കറണ്ട് പോകാണ്ടിരിക്കുക, ഇത് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇതൊരു ബേസിലേക്ക് റെസിസ്റ്റൻസിൽ കൊടുക്കും, പോസിറ്റീവ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യില്ല. കറണ്ട് പോകുമ്പോൾ അപ്പോൾ റെസിസ്റ്റൻസിൻ്റെയും വരെയൊക്കെ പോയില്ല, അപ്പോൾ കണ്ടക്ട് ചെയ്യും. സ്വിച്ചായിട്ട് നോക്കി അങ്ങനെയുള്ളതാണ് അതിൻ്റെ. ഇത് വേറെ അതിങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകണം, ഇങ്ങനെ വന്ന് സപ്ലൈ വന്നു. ഇതിൻ്റെ എംബളം അങ്ങനെയാണ്. കണ്ട ആരോ ഉള്ളിലേക്ക് ആരോ പോണത്. കണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് ആരോ. ഇനി ഇത് ഉള്ളിലേക്ക് ആരോ പോണത് PNPയും പുറമേക്ക് ആരോ പോണത് വേണ്ട. ഇതിൻ്റെ ആരോ കണ്ട പുറമേക്കാണ് പോണത്. ഇങ്ങനെ വേണ്ട, അത് NPN വേണ്ട. NPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഇതാവാം, എമിറ്റർ ആവാം, ഇതാവാം, കളക്ടറാവാം. ബേസ് P കണ്ട. അപ്പോൾ ഇത് പോസിറ്റീവ് പൾസ് വരുമ്പോൾ കണ്ട, അതായത് സപ്ലൈ വരുമ്പോൾ
ഇത് കണ്ടക്ട് ചെയ്യും. ഇങ്ങനെ ഒന്ന് പൾസ് ഒന്ന് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. ആ സമയം കറണ്ട് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് വന്ന് NPN. അപ്പോൾ പോസിറ്റീവ് സപ്ലൈ ഉണ്ടെങ്കിൽ ഇതിൽ ബേസ് പോസിറ്റീവ് സപ്ലൈ ഉണ്ടെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യും. കറണ്ട് ഇല്ലെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യില്ല. കറണ്ട് ഉണ്ടെങ്കിൽ